വെൽക്കം ബാക്ക് ടു അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ഡിപ്രിസിയേഷൻ എന്നുള്ളൊരു വാക്ക് സുപരിചിതമാണ്. അതായത് ഡിപ്രിസിയേഷൻ സാധാരണയായിട്ട് കണക്കാക്കുന്നത് ഏതിനായിരിക്കും? ഫിക്സഡ് അസറ്റുകൾക്കാണ് ഡിപ്രിസിയേഷൻ ഉണ്ടാവുക. എന്താണ് ഫിക്സഡ് അസറ്റ്സ്? സ്ഥാപനത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം യൂസിന് വേണ്ടി അക്വയർ ചെയ്യുന്ന, നേടിയെടുക്കുന്ന അസറ്റുകളെയാണ് ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ വിൽപ്പനക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഡിപ്രിസിയേഷൻ. നമ്മൾ സ്ഥിരമായിട്ട് എത്ര കാലം അത് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും കാലം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിക്സഡ് അസറ്റുകൾ വാങ്ങിയെടുക്കുന്നത്. ഫിക്സഡ് അസറ്റ്സ് ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നുണ്ട് ഫിക്സഡ് അസറ്റ്സുകൾ. അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്ലി യൂസ്ഡ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ സ്ഥിരമായിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫിക്സഡ് അസറ്റുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ അസറ്റ്സ് ലോസ് ദെയർ വാല്യൂ ഗ്രാജുവലി ഡ്യൂ ടു കോൺസ്റ്റന്റ് യൂസ്. സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ അസറ്റിന്റെ വാല്യൂ നഷ്ടപ്പെടുന്നു. ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ് ഈസ് നോൺ ആസ് ഡിപ്രിസിയേഷൻ ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്സ്. അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന കുറവിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഡിപ്രിസിയേഷൻ ഒരുപാട് മീനിങ്ങുകളുണ്ട്. ലോസ് ഇൻ ദി വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി ഓഫ് അസറ്റ്സ് ഡ്യൂ ടു ദെയർ കോൺസ്റ്റന്റ് യൂസ് ആൻഡ് എക്സ്പയറി ഓഫ് ടൈം ഈസ് ടേംഡ് ആസ് ഡിപ്രിസിയേഷൻ. അസറ്റിന്റെ വാല്യൂവിൽ അതിന്റെ യൂട്ടിലിറ്റി നഷ്ടപ്പെടുന്നു. എങ്ങനെ? ദെയർ കോൺസ്റ്റന്റ് യൂസ്, സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ ടൈം എക്സ്പയറി ആകുന്നതിലൂടെ ഒക്കെ അത് നഷ്ടം സംഭവിക്കുന്നതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു മീനിങ് ആണ് ഡിപ്രിസിയേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ഗ്രാജുവൽ ആൻഡ് പെർമനന്റ് ഡിമിനിഷൻ ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്സ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, യൂസ് ഓർ അബ്യൂസ് ഓർ എഫ്ലെക്സ് ഓൺ ടൈം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ വിയർ ആൻഡ് ടിയർ, അതൊരു പ്രയോഗമാണ്, ഉപയോഗിക്കുന്നതിലൂടെ എന്നാണ്. അല്ലെങ്കിൽ ടൈം, എഫ്ലെക്സ് ഓഫ് ടൈം, ടൈം കഴിഞ്ഞു പോകുന്നതിലൂടെ അസറ്റിന്റെ വാല്യൂവിൽ സ്ഥിരമായിട്ട് കുറഞ്ഞു വരുന്നതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷനാണ് ഡിപ്രിസിയേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് പെർമനന്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഡിമിനിഷൻ ഇൻ ദി ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഓർ ദി വാല്യൂ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതേപോലെ അസറ്റിന്റെ വാല്യൂ എന്നതിൽ സ്ഥിരമായിട്ടുള്ള ഡിമിനിഷൻ, പെർമനന്റ് ഡിമിനിഷനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുന്നു? ഡിപ്രിസിയേഷന് നമ്മൾ സ്ഥിരമായിട്ടൊരു എമൗണ്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാറ്? ഡിപ്രിസിയേഷന് കൊടുക്കും. ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം? ഒന്നാമത്തത്, ഇറ്റ് ഈസ് എ ലോസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്സ്. അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന നഷ്ടം, അതൊരു ഡിപ്രിസിയേഷന്റെ പ്രത്യേകതയാണ്. രണ്ടാമത്തത്, ലോസ് ഷുഡ് ബി ഗ്രാജുവൽ ആൻഡ് കോൺസ്റ്റന്റ്. നഷ്ടം വരുന്നത് സ്ഥിരമായിട്ടായിരിക്കണം, തുടർച്ചയായിട്ട് ഉണ്ടാകണം. മൂന്നാമത്തത്, ഇറ്റ് ഈസ് ദ എക്സോഷൻ ഓഫ് ദി ഇഫക്റ്റീവ് ലൈഫ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഇഫക്റ്റീവ് ലൈഫിൽ ഉണ്ടായിരിക്കണം. അതായത് ഫിക്സഡ് അസറ്റുകളാണ് സാധാരണ ഡിപ്രിസിയേഷൻ കണക്കാക്കുക. അപ്പോൾ ബിസിനസിന്റെ ഇഫക്റ്റീവ് ലൈഫിൽ ആ അസറ്റ് അവിടെ ഉണ്ടായിരിക്കണം. മറ്റൊന്നാണ് ഇറ്റ് ഈസ് എ നോർമൽ ഫീച്ചർ. ഇത് സാധാരണയുള്ളൊരു പ്രത്യേകതയാണ് ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ്, ഡിപ്രിസിയേഷൻ ഈസ് കണ്ടിന്യൂയിങ് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്സ്. അസറ്റിന്റെ വാല്യൂവിൽ സ്ഥിരമായിട്ട് കുറവ് വരുന്നതാണ് ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് ഫീച്ചറാണ് ഡിപ്രിസിയേഷൻ ഈസ് ദ അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് അസറ്റ്സ് ഓവർ ദി പീരിയഡ് ഓഫ് ദെയർ ലൈഫ്. അവരുടെ ലൈഫിലെ അസറ്റിന്റെ ചെലവ് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒരുമിച്ച് കൂട്ടുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. ഇതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, ക്യാഷ് അല്ലാത്തൊരു എക്സ്പെൻസ് ആണ്.
അത് പറയാനുള്ള കാരണം ഇറ്റ് ഇൻവോൾവ്സ് നോ ക്യാഷ് ഔട്ട്ഫ്ലോ. ഡിപ്രിസിയേഷൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ക്യാഷ് എന്ത് ചെയ്യുന്നതിന് പുറത്ത് പോകുന്നില്ല. ഇത്രയാണ് പ്രധാനപ്പെട്ട ഡിപ്രിസിയേഷൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട മറ്റുള്ള ടേംസുകളിൽ പെട്ട ഒന്നാമതാണ് ഒബ്സോളസെൻസ്. എന്താണ് ഒബ്സോളസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒബ്സോളസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to a state of an existing asset becoming out of date on account of improvements in technology or changes in demand pattern. അതായത് ടെക്നോളജിയുടെ ഇംപ്രൂവ്മെന്റ്സ് കാരണം അല്ലെങ്കിൽ ഡിമാൻഡിന്റെ മാറ്റം കാരണം എന്ത് ചെയ്യുക, ചില അസറ്റുകളൊക്കെ ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറുക. അതായത് പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പുതിയ പുതിയ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടെത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, പഴയ ടെക്നോളജികൾ ഇല്ലാതാകുന്നു. ഇപ്പോൾ ടി വി ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും പുതിയ പുതിയത് ഇങ്ങനെ വരുന്ന സമയത്ത് പഴയതെല്ലാം ഔട്ടായി പോവുകയാണ്, അല്ലെങ്കിൽ ഡിമാൻഡിനുള്ള മാറ്റം. ഇതിങ്ങനെ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഒബ്സോളസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേം എന്ത് ചെയ്യും, ഫേം ഇങ്ങനെ ഒബ്സോളസെൻസ് ഉണ്ടാകുന്ന സമയത്ത് ടെക്നോളജിയിലുള്ള മാറ്റങ്ങൾ കാരണം ഒരു സ്ഥാപനം പഴയ അസറ്റ് റീപ്ലേസ് ചെയ്തിട്ട് പുതിയത് വാങ്ങും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, പഴയത് അവിടെ നിൽക്കും, ആ ഓൾഡ് അസറ്റ് നഷ്ടത്തിലാവും. അതിനെയാണ് ഒബ്സോളസെൻസ് എന്ന് പറയുന്നത്. മറ്റൊരു ടേമാണ് ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് പീരിയോഡിക് ചാർജസ് ടു ഓപ്പറേഷൻസ് ഓയിങ് ടു എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് such as oil, coal, iron or etc. അതായത് ഓയില്, കോള്, അയൺ ഇങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസിൻ്റെ അകത്ത് നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ട ടേമാണ്. കാരണം അതെന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നതോറും ഉത്ഭവം അങ്ങനെ തീർന്നു പോവാണ്. അപ്പം ഇങ്ങനെയുള്ള ധാതു പദാർത്ഥങ്ങളുടെ എന്താണ് നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ട ഇവയുടെ ഡെപ്പോസിറ്റ്സുകൾ ഇതെന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നതോറും അതിൻ്റെ ഉത്ഭവം തീർന്നു പോകുന്നു. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ടതാണ് ഏത്, ഡിപ്ലീഷൻ. അപ്പോൾ ഈ ഒരു ഡിക്രീസ് ഇൻ സച്ച് മിനറൽ വെൽത്ത് ഡ്യൂ ടു എക്സ്ട്രാക്ഷൻ ഈസ് ടേംഡ് ആസ് ഡിപ്ലീഷൻ. നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡിക്രീസിന് ഉപയോഗിക്കുന്നത് ഡിപ്ലീഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റിനാണ് സാധാരണ ഡിപ്രിസിയേഷൻ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുക. അതിന് അമോർട്ടൈസേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. പാറ്റൻസ്, കോപ്പി റൈറ്റ്സ്, ഫ്രാഞ്ചൈസസ്, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നതിന് പ്രത്യേക ഒരു കോൺട്രാക്ട് ടൈമിലാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സുകൾ എഴുതി തള്ളുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അമോർട്ടൈസേഷൻ. ദിസ് ടേം ഈസ് യൂസ്ഡ് ടു റൈറ്റ് ഓഫ് intangible assets such as patents, copyrights, franchises, leasehold properties, etc., which have entitlement to use for a specific contracted time. ഏതൊക്കെ അസറ്റുകൾക്കാണ് സാധാരണ ഇങ്ങനെയുള്ള അമോർട്ടൈസേഷൻ ഉപയോഗിക്കുക? ഗുഡ് വില്ല്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എക്സെട്ര ഈസ് ദ എക്സാമ്പിൾസ് ഓഫ് അമോർട്ടൈസേഷൻ. നെക്സ്റ്റ് വൺ ആണ് ഫ്ലക്ച്വേഷൻ. ഏത് നമ്മൾ ഫ്ലക്ച്വേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുക. സാധാരണ നമ്മൾ ഡിപ്രിസിയേഷൻ ഈടാക്കുന്നത് ഫിക്സ്ഡ് അസറ്റുകൾക്കാണ്. എന്നാൽ കറണ്ട് അസറ്റ്സിന്റെ വാല്യൂവിന് വല്ല ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്ലക്ച്വേഷൻ. ഇതെന്തായിരിക്കും, ഒരു ടെമ്പററി ആയിരിക്കും, താൽക്കാലികമായിട്ടുള്ള ഒന്നാണ്. ഇതിന് പ്രത്യേകിച്ച് മാർക്കറ്റ് വാല്യൂവിൽ അങ്ങനെ പ്രത്യേകിച്ച് ജേർണൽ ഒന്നും ആവശ്യമില്ല. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് കറന്റ് അസറ്റ്സ് ഈസ് നോൺ ആസ് ഫ്ലക്ച്വേഷൻ. ഇനി അടുത്തത് കോസസ് ഓഫ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് കോൺസ്റ്റന്റ് യൂസ് ഓഫ് ദി അസറ്റ്സ്. ഡിപ്രിസിയേഷനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അസറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് എഫ്ലക്സ് ഓർ പാസേജ് ഓഫ് ടൈം, സമയം കഴിഞ്ഞു പോവുക. അതായത് ലീസ്, പാറ്റന്റ് ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ പ്രത്യേക ഒരു ടൈം ആയിരിക്കും. അസറ്റിന്റെ ആ ഒരു അസറ്റ് ലൈഫ് എക്സ്പയറി ആയി പോവുക. തേർഡ് വണ്ണാണ് ഡിപ്ലീഷൻ ഓർ എക്സോഷൻ. അതിന് കാരണമാണ്, അതായത് വേസ്റ്റിംഗ് അസറ്റുകളായിട്ടുള്ള
മൈൻസ്, ക്വാറീസ് ഇവരുടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ വാല്യൂവിലുള്ള നഷ്ടം ഇത് ഏതൊരു കാരണമാണ് ഡിപ്രിസിയേഷന് കാരണമാകുന്നത്. വേസ്റ്റിംഗ് അസറ്റ്സ് ലൈക്ക് മൈൻസ് ആൻഡ് ക്വാറീസ് വിൽ ലോസ് ദെയർ വാല്യൂ ഇൻ പ്രൊപ്പോർഷൻ ടു ദി ക്വാണ്ടിറ്റി ഓഫ് മിനറൽ ഓർ കോൾ എക്സ്ട്രാക്റ്റഡ് ഔട്ട് ഓഫ് ദം. നെക്സ്റ്റ് വൺ, ഒബ്സോളസെൻസ് ഡിപ്രിസിയേഷൻ ഉള്ള ഒരു കാരണമാണ്. അസറ്റ്സ് ബിക്കം ഔട്ട് ഓഫ് ഡേറ്റ് ഓർ ഔട്ട് ഓഫ് ഫാഷൻ ഇൻ കേസ് ദർ ഈസ് എ ന്യൂ ഇൻവെൻഷൻ ഓർ എ പെർമനന്റ് ചേഞ്ച് ഇൻ ദി ഡിമാൻഡ്. അസറ്റുകൾ ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറുക, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ ആവുക, അതേപോലെ തന്നെ അല്ലെങ്കിൽ പുതിയ ഇൻവെൻഷനുകൾ, കണ്ടുപിടുത്തങ്ങൾ വല്ലതുണ്ടാകുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിമാൻഡിൽ ഉള്ള വല്ല പെർമനന്റ് ചേഞ്ചും, ഇതെല്ലാം ഡിപ്രിസിയേഷൻ കാരണമാകുന്നു. നെക്സ്റ്റ് വൺ, ആക്സിഡൻസുകൾ. ആക്സിഡന്റുകൾ സംഭവിക്കുന്ന ഡിപ്രിസിയേഷന് കാരണമാണ്. അതേപോലെ എ ഫോൾ ഇൻ പ്രൈസസ്, പ്രൈസിലുള്ള കുറവ്. അപ്പോൾ ഡിപ്രിസിയേഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് കോൺസ്റ്റന്റ് യൂസ് ഓഫ് ദി അസറ്റ്, അസറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത് പാസേജ് ഓർ എഫ്ലക്സ് ഓഫ് ടൈം, സമയം കഴിഞ്ഞു പോവുക. നെക്സ്റ്റ് ഡിപ്ലീഷൻ ഓർ എക്സോഷൻ, അതായത് വേസ്റ്റിംഗ് അസറ്റിന്റെ കേസിൽ. നെക്സ്റ്റ് ഒബ്സോളസൻസ്, അതേപോലെ ആക്സിഡൻസ്, എ ഫോൾ ഇൻ പ്രൈസസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നീഡ് ഫോർ ചാർജിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാനുള്ള കാരണങ്ങൾ? ഒന്നാമത്തത്, ടു അസർടൈൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. സ്ഥാപനത്തിലുള്ള അസറ്റുകൾ, പ്രധാനമായിട്ടും പ്ലാന്റ്, മെഷീനറി പോലെയുള്ള അസറ്റുകളെല്ലാം സ്ഥാപനത്തിന് ഇൻകം നേടിത്തരിക എന്നുള്ള പർപ്പസാണുള്ളത്. കാരണം മെഷീനറി ഉപയോഗിച്ചിട്ടാണ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കും. അപ്പം എന്ത് ചെയ്യുന്നു, അപ്പം അത് സ്ഥാപനത്തിൻ്റെ ഒരു വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പേർപ്പസാണ് പ്ലാന്റും മെഷീനറിയൊക്കെ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു ലിമിറ്റഡ് പീരീഡിലേക്കാണ് ഇത് ഉപയോഗിക്കുക. 5 വർഷത്തിനോ 10 വർഷത്തിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കും തോറും അതിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യണം. എന്നെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റും ലോസും കിട്ടുള്ളൂ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ കറക്റ്റ് റിസൾട്ട്, ട്രൂ റിസൾട്ട്, പ്രോഫിറ്റ് ലോസും അറിയുന്നതിന് വേണ്ടി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. രണ്ടാമത്തെ, ടു പ്രസന്റ് ട്രൂ ബാലൻസ് ഷീറ്റ്, ശരിയായ ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്യാൻ. ശരിയായിട്ടുള്ള ബാലൻസ് ഷീറ്റ്, ഫിക്സ്ഡ് അസറ്റുകളുടെ വാല്യൂ എന്താണ്, തെറ്റായിട്ടാണ്, ഇംപ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് വാല്യൂ കാണിക്കുന്നതെങ്കിൽ, കാരണം എന്തായിരിക്കും, വിയർ ആൻഡ് ടിയറിലൂടെ ആയിരിക്കും. അപ്പോൾ ശരിക്കുള്ള ബാലൻസ് ഷീറ്റ് കാണിക്കണമെങ്കിൽ അവിടെ ഡിപ്രിസിയേഷൻ അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ടു റീറ്റെയിൻ ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെന്റ്. ഫിക്സ്ഡ് അസറ്റുകളെല്ലാം 5-10 വർഷം കഴിഞ്ഞാൽ അത് എക്സ്പയർഡ് ആയി മാറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുതിയതൊന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്നതിന് ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഫണ്ടുകൾ സൂക്ഷിച്ചു വെക്കാൻ, റീപ്ലേസ്മെന്റ് സമയത്തിലേക്ക് ഫണ്ടുകൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് ആവശ്യമാണ്. നെക്സ്റ്റ്, ടു അസർടൈൻ ആക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കൃത്യമായിട്ടുള്ള ഉൽപാദന ചെലവ് തീരുമാനിക്കാൻ. ഡിപ്രിസിയേഷൻ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്, അതായത് അസറ്റിന്റെ തേയ്മാനം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമാണ്, ഉൽപാദന ചെലവിന്റെ ഒരു ഭാഗമാണ്. ഡിപ്രിസിയേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും, പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. സെയിൽസ് പ്രൈസ് എന്തായിരിക്കും, ഫിക്സഡും ആയിരിക്കും. പ്രോഡക്റ്റിന്റെ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തമ്മിൽ റെഡിയാക്കണം. കൃത്യമായുള്ള കണക്ക് കിട്ടണമെങ്കിൽ എന്തുവാണ്, ഡിപ്രിസിയേഷൻ ആവശ്യമാണ്. ടു അസർടൈൻ ആക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ്, ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓൺലി. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്താണ്, ലാഭത്തിൽ നിന്ന് മാത്രം കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ലാഭവിഹിതത്തെ പറയുന്ന പേരാണ് ഡിവിഡൻഡ്. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഡിപ്രിസിയേഷൻ ആവശ്യമാണ്. ഡിപ്രിസിയേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ ശരിയായിട്ടുള്ള പ്രോഫിറ്റ് ആവില്ല അവിടെ കാണിക്കാം. അപ്പോൾ ആ സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, അത് ക്യാപിറ്റലിലേക്ക് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റിന് മാത്രം ഡിവിഡൻഡ് കൊടുക്കാൻ എന്ത് ചെയ്യുന്നു, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നെക്സ്റ്റ്, ടു അവോയ്ഡ് എക്സസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്. ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ആക്ടില് ഡിപ്രിസിയേഷന്റെ എക്സ്പെൻഡിച്ചർ അലൗഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഡിപ്രിസിയേഷൻ നമുക്ക് ടാക്സിന് ലെസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഡിപ്രിസിയേഷന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ പേയ്മെന്റ് കുറച്ച് കുറവ് കിട്ടും. അപ്പോൾ
അപ്പോൾ അധികമായിട്ടുള്ള ഇൻകം ടാക്സിന്റെ പേയ്മെന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. ലാസ്റ്റ് പോയിന്റ് ആണ് ടു ഫുൾഫിൽ ലീഗൽ റിക്വയർമെന്റ്സ്. നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക. ചില ബിസിനസ് ഓർഗനൈസേഷൻസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് അസറ്റുകൾ അല്ലെങ്കിൽ വേസ്റ്റിംഗ് അസറ്റുകൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഉപയോഗിച്ചു പോലും. അപ്പോൾ അതുകൊണ്ട് നിയമപരമായുള്ള ഫോർമാലിറ്റീസുകളെല്ലാം തന്നെ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡി ആവുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിന്റെ ആവശ്യകത. ഒന്നാമത്തത് ടു അസർട്ടൈൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. നെക്സ്റ്റ് ടു പ്രസന്റ് ട്രൂ ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ടു റിട്ടൈൻ ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെന്റ്. ടു അസർട്ടൈൻ ആക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. To distribute dividend out of profit only. To avoid excess payment of income tax. To fulfill legal requirements. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അസറ്റിന്റെ യഥാർത്ഥ വില, അതായത് പർച്ചേസ് പ്രൈസും മറ്റുള്ള എല്ലാ എക്സ്പെൻസും, അസറ്റ് ഇൻസ്റ്റാൾ ചെയ്തതും നേടിയെടുക്കുന്നതുമായിട്ടുള്ള എല്ലാ എക്സ്പെൻസിനോടും കൂടിയിട്ട് പർച്ചേസ് പ്രൈസും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഡിപ്രിസിയേഷൻ്റെ ആ ഒരു കറക്റ്റ് അസറ്റിന് ശരിയായിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് നോക്കണം. രണ്ടാമത് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ്, അതിന് അസറ്റ് നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റുന്ന അതിൻ്റെ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. മൂന്നാമത്തത് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ഓൺ ഇറ്റ്സ് ഡിസ്പോസൽ വെൻ ഇറ്റ് ബിക്കംസ് അൺസർവീസബിൾ. അതേപോലെ തന്നെ ഉദ്ദേശിച്ചത് എന്താണ്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സർവീസബിൾ അല്ലാതെ ആയി തീരുമ്പോൾ അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വിറ്റ് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന എമൗണ്ടാണ് സ്ക്രാപ്പ് വാല്യൂ. അത് കണക്കാക്കണം. അതേപോലെ സ്ക്രാപ്പ് വാല്യൂവിനെ പറയുന്ന മറ്റു പേരുകളാണ് ബ്രേക്കപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, റെസിജ്വൽ വാല്യൂ. അടുത്തത് ചാൻസസ് ടു ഒബ്സോളസെൻസ്. ഡിപ്രിസിയേഷൻ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഒബ്സോളസെൻസിന്റെ ചാൻസസ്. ഒബ്സോളസെൻസ്, അതായത് പ്രത്യേക ഒരു പീരീഡിലേക്കാണ് നമ്മൾ അസറ്റ് വാങ്ങുന്നത്, 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഒക്കെ വാങ്ങുന്നതെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ അസറ്റിന്റെ വാല്യൂ നമ്മൾ എഴുതി തള്ളുകയാണ്. അപ്പം അതുകൊണ്ട് ഡിപ്രിസിയേഷൻ അത് ബാധിക്കുന്നു. നെക്സ്റ്റ് ലീഗൽ പ്രൊവിഷൻസ്. നിയമപരമായുള്ള പ്രൊവിഷൻസുകൾ എന്ത് ചെയ്യണം, കമ്പനികളൊക്കെ അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഡിപ്രിസിയേഷനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെ പറഞ്ഞ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്, എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്, എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ, ചാൻസസ് ടു ഒബ്സോളസെൻസ്, ലീഗൽ പ്രൊവിഷൻസ്. ഇനി അടുത്തത് ജേണൽ എൻട്രീസ് ആണ്. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ. ഒന്നാമത്തത് പർച്ചേസ് ഓഫ് അസറ്റ്. അസറ്റ് വാങ്ങുമ്പോഴുള്ള ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അല്ലെങ്കിൽ ടു ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ടു സപ്ലയേഴ്സ് അക്കൗണ്ട്. എവിടെ നിന്നാണ് വാങ്ങുന്നത് വെച്ചാൽ. അടുത്ത ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. അടുത്ത സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിൽക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഇനി അടുത്തത് അസറ്റ് വിൽക്കുന്നത് നഷ്ടത്തിനാണെങ്കിലോ സെയിൽ ഓഫ് അസറ്റ് അറ്റ് ലോസ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഇനി അസറ്റ് വിൽക്കുന്നത് പ്രോഫിറ്റിനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയാണ് ഡിപ്രിസിയേഷൻ എന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട തിയറികളായ ഡിപ്രിസിയേഷനും അതുമായി ബന്ധപ്പെട്ട തിയറികളും. ഇനി നമുക്ക് പ്രൊവിഷൻസ് ഉണ്ട്, റിസർവ്സുകളൊക്കെ പറയാൻ ഡിപ്രിസിയേഷൻ്റെ അണ്ടറിലുള്ള 2 മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലം ചെയ്യാനാണ്. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലം കാര്യങ്ങളും